വാഹന ഉടമകൾ മിക്കവരും തങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പുതുക്കാൻ ചെല്ലുമ്പോൾ മിക്കപ്പോഴും ഒരു 7 വർഷത്തിൽ താഴെ പഴക്കം ചെന്ന വാഹനങ്ങളുടെ ഇൻഷുറൻസ് പുതുക്കാൻ ചെല്ലുമ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് കവറേജിനൊപ്പം ആഡ് ഓണായി എൻജിൻ പ്രൊട്ടക്ഷൻ കവറേജും കൂടെ നൽകട്ടെ എന്നുള്ളത്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കവറേജിനൊപ്പമാണ് ഈ എൻജിൻ പ്രൊട്ടക്ഷൻ എന്ന ആഡ് ഓൺ ഫീച്ചർ വാഹന ഇൻഷുറൻസ് കവറേജിനൊപ്പം ലഭിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ എൻജിൻ പ്രൊട്ടക്ഷൻ? എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്. നോർമൽ വണ്ടിയുടെ ഇൻഷുറൻസിൽ തങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ കവേർഡ് അല്ലേ എന്നുള്ളത്. എന്നാൽ അതിനുള്ള ഉത്തരം അതെ എന്ന് തന്നെയാണ്. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് കവറേജ് തേർഡ് പാർട്ടി അല്ലാതെ ഫുൾ കവർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിനും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതാണ്, അതിനും കവറേജ് ലഭിക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ആ കവറേജ് കൊണ്ട് നിങ്ങളുടെ എൻജിൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എൻജിനുള്ള കവറേജ് ലഭിക്കുകയില്ല. അത് എപ്പോഴൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വാഹനം ഒരു അപകടത്തിൽപ്പെട്ടു, വാഹനത്തിന് എൻജിന് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല, പക്ഷേ മറ്റ് കേടുപാടുകൾ കാരണം എൻജിൻ ഡാമേജായ ഒരു സാഹചര്യം ഉണ്ടായി. അതായത് കൂളൻ്റുകൾ ലീക്കാവുകയോ അല്ലെങ്കിൽ എൻജിൻ്റെ ഓയിൽ ലീക്കാവുകയോ അത് എൻജിനുള്ളിൽ കയറുകയോ അങ്ങനെയുള്ള കാരണങ്ങളാൽ നിങ്ങളുടെ എൻജിന് ഡാമേജായി. ഈ കാരണത്താൽ നിങ്ങൾക്ക് നോർമൽ പോളിസി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കവറേജ് ലഭിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വാഹനം ഒരു ഫ്ലഡിൽ പെട്ടു, അതായത് വെള്ളം പൊങ്ങുകയോ അല്ലെങ്കിൽ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് വെള്ളം പൊങ്ങി നിങ്ങൾ വാഹനം കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് കരുതി ഓണാക്കാൻ ശ്രമിച്ചു, എൻജിനുള്ളിൽ വെള്ളം കയറി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളുടെ നോർമൽ പോളിസിയിൽ നിങ്ങളുടെ എൻജിൻ പ്രൊട്ടക്റ്റഡ് അല്ല, നിങ്ങളുടെ എൻജിന് കവറേജ് ലഭിക്കുകയില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് എൻജിൻ പ്രൊട്ടക്ഷൻ്റെ ആഡ് ഓൺ നിങ്ങൾക്ക് ഉപകാരപ്പെടുക. ഒരു പുതിയ വണ്ടിയാണെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കൂടെയൊക്കെ സാധാരണയായി, അതായത് ചില വണ്ടികളൊക്കെ ഓഫ് റോഡ് വണ്ടികളൊക്കെ വെള്ളം പൊങ്ങിയിരിക്കുന്നതിൽ കൂടി ഓടിക്കുന്നത് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ എപ്പോഴും ഈ എൻജിൻ പ്രൊട്ടക്ഷൻ ആഡ് ഓൺ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം നോർമൽ ആയി വെള്ളം വണ്ടിയുടെ എൻജിനുള്ളിൽ കയറുകയാണെങ്കിൽ ഈ കവറേജ് ലഭിക്കുന്നതല്ല. അത് എൻജിൻ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ലഭിക്കുന്നത്. പിന്നെ ചില സന്ദർഭങ്ങളിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രളയത്തിൻ്റെ സമയത്ത് ഒരു കസ്റ്റമർ വന്നു, അദ്ദേഹം വണ്ടി എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുത്തിരുന്ന പോളിസിയിൽ എൻജിൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാണ് പോളിസി കൊടുത്തിരുന്നത്. ബമ്പർ ടു ബമ്പർ ആയിരുന്നു താനും. നല്ലൊരു തുക പ്രീമിയമായിട്ട് ഇൻഷുറൻസ് കമ്പനി കൈപ്പറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ പ്രളയത്തിൻ്റെ സമയത്ത് വെള്ളം പൊങ്ങി, അദ്ദേഹം വണ്ടി ഓടിച്ച് പോകാൻ നോക്കി, പക്ഷേ എൻജിനുള്ളിൽ വെള്ളം കയറി. പിന്നീട് ആ വണ്ടി കെട്ടിയിടേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷേ ക്ലെയിമിന് വേണ്ടി കൊണ്ടു ചെന്നപ്പോൾ എൻജിൻ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നില്ല, എന്നാൽ അത് ബമ്പർ ടു ബമ്പർ ആയിരുന്നു താനും. അപ്പോൾ നിങ്ങൾ ബമ്പർ ടു ബമ്പർ ആണെന്ന് ഇൻഷുറൻസ് കമ്പനി അവകാശപ്പെട്ടാൽ കൂടി ഈ എൻജിൻ പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. അതിനകത്ത് താഴെ എൻജിൻ പ്രൊട്ടക്ഷൻ കോളത്തിൽ യെസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻജിൻ പ്രൊട്ടക്ഷൻ കവറേജ് ഉള്ളതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. മിക്കപ്പോഴും വണ്ടിയുടെ ഇൻഷുറൻസ് പേപ്പറിൻ്റെ മുകളിൽ എൻഹാൻസ്ഡ് കവേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ബമ്പർ ടു ബമ്പർ ആയിരിക്കും. പക്ഷേ ബമ്പർ ടു ബമ്പർ ആയതുകൊണ്ട് എൻജിൻ പ്രൊട്ടക്ഷൻ ഉണ്ടാവണം നിർബന്ധമില്ല. ആ എൻജിൻ പ്രൊട്ടക്ഷൻ നിങ്ങൾ ആ പോളിസി കോപ്പിയിൽ ഒന്ന് വെരിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അങ്ങനെയുള്ള അവസരങ്ങളും അല്ലെങ്കിൽ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഇൻഷുറൻസ് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയാവുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ കാണാം.